ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റവന്യൂ വകുപ്പിന് കീഴിലും ശുചിത്വ മിഷനിലും ജലനിധിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ശുചിത്വ മിഷനിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ശുചിത്വ മിഷൻ സ്കീമുകൾ കാര്യക്ഷമമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നതിന് വെള്ളാങ്കല്ലൂർ, മാള, ചാവക്കാട്, ചാലക്കുടി, കൊടകര എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് തൃശ്ശൂർ ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരെ നിയമിക്കുന്നുണ്ട്. BSc എൻവയോൺമെൻറ്റ് സയൻസ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ബിടെക് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ജില്ലയിൽ ബന്ധപ്പെട്ട ബ്ലോക്ക് പരിധിയിലുള്ളവർക്കും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 31 വൈകിട്ട് 3 മണിക്ക് മുൻപായി വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും വിശദമായ ബയോഡേറ്റയും നിങ്ങളുടെ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം തപാൽ മാർഗമോ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തപാൽ വഴി അപേക്ഷ അയക്കേണ്ട വിലാസം: ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ ശുചിത്വ മിഷൻ തൃശ്ശൂർ, ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ്, തൃശ്ശൂർ 680003. ഇമെയിൽ അഡ്രസ് dsm.thrissur@gmail.com. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി ജലനിധി മലപ്പുറം മേഖല ഓഫീസിന് കീഴിൽ തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ പ്രോജക്റ്റ് കമ്മീഷണർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കുടിവെള്ള മേഖലയിൽ പ്രവൃത്തി പരിചയവുമാണ്. തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് ജനുവരി 30 രാവിലെ 11 മണിക്കും മലപ്പുറം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:30 മലപ്പുറം കുന്നമ്പൾ UMK ടവറിലുള്ള പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിൽ വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് റവന്യൂ വകുപ്പിന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഗ്രാഫിക് ഡിസൈനർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. പ്രതിമാസം 20,065 രൂപയും സൗജന്യ താമസ സൗകര്യം ലഭിക്കുന്നതാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ കോഴ്സും പാസ്സായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ILDM വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അപേക്ഷ ഫെബ്രുവരി 5 സമർപ്പിക്കേണ്ടതാണ്. ഇമെയിൽ ID ILDM.revenue@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സംസ്ഥാന സഹകരണ യൂണിയനിൽ അസിസ്റ്റന്റ് പബ്ലിസിറ്റി ഓഫീസർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അസിസ്റ്റന്റ് പബ്ലിസിറ്റി ഓഫീസർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദവും ജേർണലിസ്റ്റിൽ ഡിപ്ലോമയും സമാന മേഖലയിലുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ബിരുദവും DCAയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഈ മാസം 31 ഊറ്റുപുഴയിലുള്ള സംസ്ഥാന സഹകരണ യൂണിയൻ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് അഭിമുഖം നടത്തുന്നുണ്ട്. ജനുവരി 30 രാവിലെ 10:30 നെടുമങ്ങാട് ITDP ഓഫീസിലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രായപരിധി 21-നും 35-നും ഇടയിലാണ്. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ ഓഫീസുകളിലും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമായിട്ടാണ് നിയമനം ഉണ്ടായിരിക്കുക. പ്രതിമാസം 18,000 രൂപ ഓണറേറിയം ലഭിക്കുന്നതാണ്. 2024 ഓഗസ്റ്റ് വരെയാണ് നിയമന കാലാവധി ഉണ്ടായിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രി പാറിമാവിൽ പ്ലാൻ 2023-24 പ്രകാരം നടപ്പിലാക്കി വരുന്ന പദ്ധതികളിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ 2024 മാർച്ച് 31 വരെയുള്ള കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നുമുള്ള 1 വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികൾ ജനുവരി 31 ബുധനാഴ്ച രാവിലെ 10:30 കുയിലിമല സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അടുത്തത് മലപ്പുറം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്.
യോഗ്യത BCom BSc മാത്തമാറ്റിക്സ് ആണ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ ജനുവരി 30 രാവിലെ 10:30 മഞ്ചേരി മിനി സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്ക് സർക്കാർ ഹോമിയോ ആശുപത്രിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ മെയിൽ സെക്യൂരിറ്റി ഗാർഡിനെയും മെയിൽ നഴ്സിനെയും നിയമിക്കുന്നതിന് വോക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. മെയിൽ സെക്യൂരിറ്റി ഗാർഡിന് ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ കായികക്ഷമതയുള്ള വിമുക്ത ഭടന്മാരായിരിക്കണം. പ്രായപരിധി 45 വയസ്സ് വരെയാണ്. സുരക്ഷാ ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്നവർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാകരുത്. ഏതെങ്കിലും കോടതിയിലോ പോലീസ് സ്റ്റേഷനുകളിലോ കേസുകൾ നിലവിലില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തേവള്ളി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ജനുവരി 31 രാവിലെ 10:30 ഹാജരാവേണ്ടതാണ്. മെയിൽ നഴ്സിന് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത GNM കോഴ്സ് പാസ്സായിരിക്കണം. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത സംബന്ധിച്ച അസൽ രേഖകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം തേവള്ളി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ജനുവരി 31 രാവിലെ 10 മണിക്ക് ഹാജരാവേണ്ടതാണ്. പ്രായപരിധി 45 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.